അപ്പോൾ ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് മൊഡ്യൂൾ 4 ആണ്. സബ്സ്റ്റേഷനെ കുറിച്ചിട്ട് ഓവർ ഹെഡ് ലൈനിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ ഓവർ ഹെഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, പിന്നെ കോമ്പോണൻറ്റ്സ് പഠിച്ചു, പിന്നെ സബ്സ്റ്റേഷൻസ് പഠിച്ചു, അതിലെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, സബ്സ്റ്റേഷൻസിൻ്റെ കോമ്പോണൻസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ പഠിച്ചത് എന്തൊക്കെയാണ്, പ്രോബ്ലംസ് പഠിച്ചു അല്ലേ. സിംഗിൾ ഫേസിൻ്റെ പഠിച്ചു, 3 ഫേസിൻ്റെ പഠിച്ചു, പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ്റെ പഠിച്ചു, പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ പഠിച്ചു. അങ്ങനെ കുറച്ച് പ്രോബ്ലം നമുക്ക് ചെയ്തു. ഇനി സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അങ്ങനെ 4th മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊഡ്യൂൾ 3 കിടക്കുകയാണ്. എസ്റ്റിമേഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷൻ ആണ് മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മൊഡ്യൂൾ 3 ഹെഡിങ് കൊടുത്തിട്ട് വേണം. മൊഡ്യൂളിൻ്റെ പേര് എസ്റ്റിമേഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷൻ എന്നാണ്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് എർത്തിങ്ങിനെ കുറിച്ചിട്ടാണ്. എർത്തിങ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് എർത്തിങ് ആണ് അല്ലേ. അപ്പോൾ എർത്തിങ് എന്ന് പറയുന്നത് എർത്തിങ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് യു ഫ്രം ആൻ ഇലക്ട്രിക് ഷോക്ക്. നമ്മളെയൊക്കെ ഒരു ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, എർത്തിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് ദിസ് ബൈ പ്രൊവൈഡിങ് എ പാത്ത് ഫോർ എ ഫോൾട്ട് കറണ്ട് ടു ഫ്ലോ ടു എർത്ത്. എങ്ങനെയാണ് നമ്മളെയൊക്കെ ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക് ഷോക്കിൽ നിന്ന്, ഒരു ഹൈ വോൾട്ടേജിൽ നിന്ന് നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ആ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഒരു ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ കോസസ് ദ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ടു സ്വിച്ച് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ടു ദ സർക്യൂട്ട് ദാറ്റ് ഹാസ് ദ ഫോൾട്ട്. എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഡിവൈസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം കൂടിയാണ് എർത്തിങ് കൊണ്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, സർക്യൂട്ട് ബ്രേക്കറോ അല്ലെങ്കിൽ ഫ്യൂസോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോമ്പോണൻറ്റ്സ് ഡിവൈസസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ഫ്യൂസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വീട്ടിൽ നമ്മൾ ഫ്യൂസ് വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹൈ കറണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫ്യൂസ് മെൽട്ടാവും. ഫ്യൂസ് മെൽട്ടായി കഴിഞ്ഞാൽ കണക്ഷൻ കട്ടാവുകയാണ് ചെയ്യുക. നമ്മളെ കോമ്പോണൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺവാണ്ടഡ് ഫോൾട്ട് എന്ത് ചെയ്യും, അൺവാണ്ടഡ് കറണ്ട് നമ്മൾ വേറൊരു പാത്തിലോട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കറോ ഫ്യൂസസോ ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കറും ഫ്യൂസും ആണ്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിനൊരു ഫിക്സഡ് കോണ്ടാക്റ്റും ഉണ്ട്, ഒരു മൂവബിൾ കോണ്ടാക്റ്റും ഉണ്ട്. എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ആ 2 കോണ്ടാക്റ്റും കൂടെ സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണക്ഷൻ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. നോർമൽ കണ്ടീഷനിൽ എത്തുമ്പോൾ അത് രണ്ടും നേരെ നോർമൽ സിറ്റുവേഷനിലോട്ട് തന്നെ വരും, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേഷൻ പഠിച്ചത്. ഫ്യൂസ് എങ്ങനെയായിരുന്നു, ഹൈ കറണ്ട് വരുമ്പോൾ അത് മെൽറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിവൈസസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എർത്തിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് അത് ഇത്ര പ്രാധാന്യമുള്ളതായി തീർന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് കീപ്സ് പീപ്പിൾ സേഫ് ബൈ പ്രിവെൻറ്റിങ് ഇലക്ട്രിക് ഷോക്ക്. എന്താണ് ഫസ്റ്റ് പോയിന്റ്, എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻറ്റ്, പ്രാധാന്യം എന്താ, അത് ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് പീപ്പിൾസിനെ എന്ത് ചെയ്യും, സേഫ് ആക്കി നിർത്തും, പ്രിവെൻറ്റ് ചെയ്യും. അതായത് എന്തെങ്കിലും ഇലക്ട്രിക് ഷോക്ക് വന്നാൽ അത് നമ്മളെ ദേഹത്തു കൂടെ കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും എന്നതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ, ഇറ്റ് പ്രിവെൻറ്റ്സ് ഡാമേജ് ടു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആൻഡ് ഡിവൈസസ് ബൈ പ്രിവെൻറ്റിങ് എക്സസീവ് കറണ്ട് ഫ്രം റണ്ണിങ് ത്രൂ ദ സർക്യൂട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള കുറേ കോമ്പോണൻസ് ഉണ്ടല്ലേ, ആ കോമ്പോണൻസിനെയൊക്കെ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും, ഫോൾട്ട് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യാതിരിക്കാൻ. ഫോൾട്ട് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. എക്സസീവ് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അപ്ലയൻസിന് ഡാമേജ് ഒന്നും വരുത്താതെ പ്രിവെൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താ, ഇറ്റ് പ്രിവെൻറ്റ്സ് ദ റിസ്ക് ഓഫ് ഫയർ ദാറ്റ് കുഡ് അതർവൈസ് ബി കോസ്ഡ് ബൈ കറണ്ട് ലീക്കേജ്.
അതായത് റിസ്ക് ഓഫ് ഫയറൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതർവൈസ് അതിലൂടെ ഒരു എർത്ത് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും, കറണ്ട് ലീക്കേജ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എർത്തിലൂടെയാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വെച്ചാൽ ഒരു എക്യുപ്മെൻറ്റ്സിനും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് 2 ടൈപ്പ് ഓഫ് എർത്തിങ് ആണുള്ളത്. ഫങ്ഷണൽ എർത്തിങ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് എർത്തിങ് ഉണ്ട് അല്ലേ. ഫങ്ഷണൽ എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഫങ്ഷണൽ എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫങ്ഷണൽ എർത്ത് കണക്ഷൻ സെർവ്സ് എ പർപ്പസ് അതർ ദാൻ ഇലക്ട്രിക്കൽ സേഫ്റ്റി ആൻഡ് മേ ക്യാരി കറണ്ട് ആസ് പാർട്ട് ഓഫ് നോർമൽ ഓപ്പറേഷൻ. ഇപ്പോൾ ഫങ്ഷണൽ എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഇലക്ട്രിക്കൽ സേഫ്റ്റിന് അതല്ല അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതർ ദാൻ ഇലക്ട്രിക്കൽ സേഫ്റ്റി, പ്രൊട്ടക്ഷനേക്കാളും വലിയ പർപ്പസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ നോയ്സ് ഓഫ് ഫ്രീക്വൻസി അല്ലേ, റേഡിയോ ഫ്രീക്വൻസി നോയ്സ് കുറയ്ക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഫിൽറ്റേഴ്സ് അങ്ങനത്തെ എൻഹാൻസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ സേഫ്റ്റീന് പുറമേ ഉള്ള കാര്യങ്ങളാണ് അത് ചെയ്യുന്നതാണ് ഫങ്ഷണൽ എർത്ത് കണക്ഷൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് മേ ക്യാരി നോർമൽ ഓപ്പറേഷൻ സമയത്ത് ഒരു പെർട്ടിക്കുലർ കറണ്ട് അത് ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അതാണ് ഫങ്ഷണൽ എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണൽ എർത്തിങ് എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് ദ റേഡിയോ ഫ്രീക്വൻസി നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ സേഫ്റ്റി അല്ലാത്ത പർപ്പസുകളൊക്കെയാണ് അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി പ്രൊട്ടക്റ്റീവ് എർത്തിങ് എന്ന് പറഞ്ഞാൽ, പ്രൊട്ടക്റ്റീവ് എർത്തിങ് ഇസ് എ ടൈപ്പ് ഓഫ് എർത്തിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ആൻഡ് അതർ ആനിമൽസ് ഫ്രം ഇലക്ട്രിക് ഷോക്സ് ആൻഡ് ഇസ് ഓൺലി ഇഫക്റ്റീവ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ഫോൾട്ട്. അതായത് പ്രൊട്ടക്റ്റീവ് എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ, പേര് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ. എന്തിനാണ് പ്രൊട്ടക്ഷന് വേണ്ടി? ഇതൊക്കെ പീപ്പിൾസിനും ആനിമൽസിനും ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ അറ്റ് ദ ടൈം ഓഫ് ഷോക്കിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഫോൾട്ടിൻ്റെ സമയത്താണ് നമ്മൾ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് എന്ന് പറഞ്ഞാൽ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 2 തരത്തിലുള്ള എർത്തിങ് ആണുള്ളത്, ഫങ്ഷണൽ എർത്തിങ്ങും പ്രൊട്ടക്റ്റീവ് എർത്തിങ്ങും. ഫങ്ഷണൽ എർത്തിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സേഫ്റ്റി അല്ലാതെ ബാക്കിയുള്ള പർപ്പസ്, റെഡ്യൂസ് ദ റേഡിയോ ഫ്രീക്വൻസി നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആ കോമ്പണൻസിൻ്റെ നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഫങ്ഷണൽ എർത്തിങ് എന്ന് പറയുന്നത്. പിന്നെ നോർമൽ ഓപ്പറേഷനിൽ കുറച്ച് കറണ്ട് അത് ക്യാരി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് എർത്തിങ് എന്ന് പറയുന്നത് വിച്ച് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺലി ഓൺ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് പീപ്പിൾസിനെയും ആനിമൽസിനെയും എർത്തിങ്ങിന്, അതായത് ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് ഫോൾട്ടിൻ്റെ സമയത്ത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ടോപ്പിക്കാണ് എന്താണ് എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ എർത്ത് ഇലക്ട്രോൺ ടു ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ടു ദ ഗ്രൗണ്ട് is known as earth resistance or resistance to earth. അപ്പോൾ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് ഇലക്ട്രോഡ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനാണ് എർത്ത് റെസിസ്റ്റൻസ് പറയുന്നത്. എന്തിന്? ടു ഫ്ലോ ദ കറണ്ട് ഇൻ ടു ഗ്രൗണ്ട്, ഗ്രൗണ്ടിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് റെസിസ്റ്റ് ചെയ്യുന്ന എർത്തിനെയാണ് എർത്ത് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എർത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ റെസിസ്റ്റൻസ്, എർത്ത് ഇലക്ട്രോഡ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് പറയുന്നത്. ഇനി എർത്ത് റെസിസ്റ്റൻസിൻ്റെ കോമ്പോണൻസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ദ റെസിസ്റ്റൻസ് ടു എർത്ത് ഓഫ് ആൻ ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് 3 കോമ്പോണൻസ്. അപ്പോൾ 3 കോമ്പോണൻസ് ആണ് എർത്ത് റെസിസ്റ്റൻസിലുള്ളത്. ഒന്നാമത്തത് മെറ്റൽ റെസിസ്റ്റൻസ്, രണ്ടാമത്തത് കോണ്ടാക്ട് റെസിസ്റ്റൻസ്, മൂന്നാമത്തത് റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ സോയിൽ. അപ്പോൾ അങ്ങനെ 3 റെസിസ്റ്റൻസ് ആണുള്ളത്. മെറ്റൽ റെസിസ്റ്റൻസ് ഉണ്ട്, കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ സോയിൽ. ഇനി the material of grounding electrodes is a very conductive metal with a suitable cross section, so the resistance is not significant. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിങ് ഇലക്ട്രോണിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് മെറ്റീരിയൽ, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന മെറ്റീരിയലാണ് വിത്ത് എ സ്യൂട്ടബിൾ ക്രോസ് സെക്ഷൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട? നോട്ട് സിഗ്നിഫിക്കൻറ്റ്, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ കണ്ടക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കുന്നില്ല, നോട്ട് സിഗ്നിഫിക്കൻറ്റ്. രണ്ടാമത്തെ പറയുന്നത് എന്താ? ദി കോണ്ടാക്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് എ കോമ്പാക്റ്റഡ് എർത്ത് അറൗണ്ട് ഇറ്റ് ബീങ് ഫ്രീ ഓഫ് പെയിൻറ്റ്സ്, ഓയിൽസ് ഓർ അതർ കോട്ടിംഗ്, ഇറ്റ് ഇസ് ഓൾസോ നെഗ്ലിജിബിൾ. ഇനി കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലുള്ള കോണ്ടാക്റ്റ് ആണ്? ഇലക്ട്രോഡും പിന്നെന്താണ് എർത്തും തമ്മിലുള്ള, കോമ്പാക്റ്റഡ് എർത്തും തമ്മിലുള്ള
റെസിസ്റ്റൻസ് ആണ് നമ്മൾ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോഡ് വെക്കുന്നുണ്ട്, അതും ആ കോമ്പാക്റ്റഡ് ആയിട്ടുള്ള എർത്തും ഉണ്ടാവില്ല, ആ എർത്തും തമ്മിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോണ്ടാക്ട് റെസിസ്റ്റൻസ് പറയുന്നത്. അതെന്താണ്, ബീങ് ഫ്രീ ഓഫ് പെയിൻറ്റ്സ്, ഓയിൽസ്, അതർ കോട്ടിങ്സ് എന്നൊക്കെ ഫ്രീ ആയതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്താ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗ്രൗണ്ട് ടച്ചിങ് ദ ഇലക്ട്രോഡ് അപ് ടു ഇൻഫിനിറ്റി ഈസ് സിഗ്നിഫിക്കൻറ്റ്. പിന്നെന്താ പറയണത്, റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ സോയിൽ, അതായത് ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്ന ആ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗ്രൗണ്ട് ടച്ചിങ് ഇലക്ട്രോഡ്, ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ ആ റെസിസ്റ്റൻസ് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, സിഗ്നിഫിക്കൻ്റ് ആണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അപ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ എടുത്തു. ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗ്രൗണ്ട് ടച്ചിങ് ദ ഇലക്ട്രോഡ്, ആ ഇലക്ട്രോഡ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിലുള്ള റെസിസ്റ്റൻസ് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ്, അത് സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ എർത്ത് റെസിസ്റ്റൻസിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് 3 എണ്ണാണുള്ളത്. മെറ്റൽ റെസിസ്റ്റൻസ്, കോണ്ടാക്ട് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ സോയിൽ. അതിൽ നമ്മൾ മെറ്റൽ റെസിസ്റ്റൻസ് പറഞ്ഞത് ഗ്രൗണ്ടിങ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ വളരെ കണ്ടക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം കോണ്ടാക്ട് റെസിസ്റ്റൻസ്, ആ എർത്ത് ഇലക്ട്രോഡും ആ ഒരു എർത്തും കോമ്പാക്റ്റഡ് എർത്തും തമ്മിലുള്ള ബിറ്റ്വീൻ ഉള്ള റെസിസ്റ്റൻസ് ആണ് കോണ്ടാക്ട് റെസിസ്റ്റൻസ്. അത് ഫ്രീ ഫ്രം ഓയിൽ പെയിൻസ് ഒക്കെ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഓൾസോ നെഗ്ലിജിബിൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നത്തെ എന്താണ്, ആ ഇലക്ട്രോഡ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന അവിടെയുള്ള റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, ദാറ്റ് സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി വേരിയസ് ടൈപ്പ് ഓഫ് എർത്തിങ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ മേജർ ആയിട്ടുള്ളതാണ് പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും. പിന്നെയും കുറേ എർത്തിങ് ഉണ്ട്, റോഡ് എർത്തിങ്, അങ്ങനത്തെ കുറച്ച് എർത്തിങ് ഉണ്ട്, അത് നമുക്ക് പറയാം. മേജർ ആയിട്ടുള്ളതാണ് പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും. അതിൽ പൈപ്പ് എർത്തിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പൈപ്പ് എർത്തിങ്ങിൻ്റെ ഫിഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ അത് നിങ്ങൾ നോട്ടിൽ എഴുതിയതായിരുന്നു. മൊഡ്യൂൾ 4 ആ സമയത്താണ് നമ്മൾ പൈപ്പ് എർത്തിങ്ങിനെ കുറിച്ച് പഠിച്ചത്. അത് നിങ്ങൾ മൊഡ്യൂൾ 3 ഇട്ടിട്ട് വേണം ഹെഡിങ് ആക്കി കൊടുക്കാൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലേറ്റ് എർത്തിങ് ആണ്. ഇനി പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത് എന്താ, in this type of earthing plate either copper or galvanized iron is buried into the ground at a depth of not less than 3 meter from the ground level. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗ്രൗണ്ട് ലെവൽ ഉണ്ടാവും, അത് അസ്യൂം ചെയ്യാണ് ഒരു ഗ്രൗണ്ട് ലെവൽ. ആ ഗ്രൗണ്ട് ലെവലിന് 3 മീറ്റർ കുറയാതെ, ഡെപ്ത് നോട്ട് ലെസ് ദാൻ 3 മീറ്ററിൽ കുറയാതെ, ഫ്രം ദ ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3 മീറ്ററിൽ കുറയാതെ ഒരു ഗാൽവനൈസ്ഡ് അയൺ അല്ലെങ്കിൽ കോപ്പർ എന്ത് ചെയ്യും, പ്ലേറ്റ് എന്ത് ചെയ്യും, നമ്മൾ ബറീഡ് ചെയ്ത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എർത്തിങ് പ്ലേറ്റ് എയ്തർ കോപ്പർ ഓർ ഗാൽവനൈസ്ഡ് അയൺ ബറീഡ് ഇൻ ടു ദ ഗ്രൗണ്ട് അറ്റ് ഡെപ്ത് ഓഫ് നോട്ട് ലെസ് ദാൻ 3 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എന്നാണ് കേട്ടോ പറയുന്നത്, ഫ്രം ദ ഗ്രൗണ്ട് ലെവലാണ്. അതൊരു 3 മീറ്റർ താഴ്ചയിൽ നമ്മൾ എന്തെടുക്കുന്നു, ഒരു ജി ഐ പൈപ്പ് അല്ലെങ്കിൽ ഒരു കോപ്പർ അത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ, ദ എർത്ത് പ്ലേറ്റ് ഇസ് എംബഡഡ് ഇൻ ആൾട്ടർനേറ്റീവ് ലെയർ ഓഫ് കോക്ക് ആൻഡ് സാൾട്ട് ഫോർ മിനിമം തിക്നെസ് ഓഫ് എബൌട്ട് 15 മീറ്റർ. പൈപ്പ് എർത്തിങ്ങിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 15 മീറ്റർ തിക്നെസ്, 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോക്കും സാൾട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എർത്ത് പ്ലേറ്റ് ആ കുഴിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോക്കും സാൾട്ടും മിക്സ് ചെയ്ത് ആൾട്ടർനേറ്റീവ് ലെയർ ആയിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ദ എർത്ത് വയർ ബ്രാക്കറ്റിൽ കോപ്പർ വയർ ഫോർ കോപ്പർ പ്ലേറ്റ് എർത്തിങ് ആൻഡ് ഗാൽവനൈസ്ഡ് അയൺ വയർ ഫോർ ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് എർത്തിങ്. അപ്പോൾ എർത്ത് വയർ എന്ന് പറയുന്നത് കോപ്പർ പ്ലേറ്റ് എർത്തിങ് ആണെങ്കിൽ കോപ്പർ വയർ ആയിരിക്കും, ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് എർത്തിങ് ആണെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ആയിരിക്കും. ഈ സെക്യൂർലി ബോൾട്ടഡ് ടു ദ എർത്ത് പ്ലേറ്റ്, എർത്ത് പ്ലേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോൾട്ട് നട്ട് ആൻഡ് വാഷർ മെയ്ഡ് ഓഫ് കോപ്പർ ഇൻ കേസ് ഓഫ് കോപ്പർ പ്ലേറ്റ് എർത്തിങ് ഓർ ഗാൽവനൈസ്ഡ് അയൺ പിൻസ് ഇൻ കേസ് ഓഫ് ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് എർത്തിങ്. അപ്പോൾ ആദ്യം നമ്മളൊരു കുഴി എടുക്കും, ആ കുഴിയിൽ നമ്മൾ 15 സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമ്മൾ കോക്കും സാൾട്ടും ആൾട്ടർനേറ്റീവ് ലെയറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 15 സെൻറ്റിമീറ്ററിൽ തിക്നെസ്സിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ 3 മീറ്റർ താഴാതെ, 3 മീറ്ററിൽ കുറയാതെ നമ്മളൊരു ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ് ബറീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കോപ്പർ പ്ലേറ്റ് ആണ് എർത്ത് ചെയ്തിട്ടുള്ളത് വെച്ചാൽ കോപ്പർ വയറും, ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് ആണ് ബറീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ചാൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുമാണ് സെക്യൂർലി ബോൾട്ട് ചെയ്ത് വെക്കേണ്ടത്. ബോൾട്ട് നട്ടും വാഷറും ഒക്കെ ഉപയോഗിച്ചിട്ട് അതേണം ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം.
In this type of earthing, the pipe earthing along with additional earth plate is provided at the bottom of earth rod. എർത്ത് റോഡിൻ്റെ അടിയിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ എർത്ത് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പൈപ്പ് എർത്തിങ് എലോങ് വിത്ത് അഡീഷണൽ എർത്ത് പ്ലേറ്റ്. നമ്മളുടെ ഒരു ഇൻ ദിസ് ടൈപ്പ് ഓഫ് എർത്തിങ്ങിൽ, ഈ ടൈപ്പ് ഓഫ് എർത്തിങ്ങിൽ പൈപ്പ് എർത്തിങ്ങിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ഒരു എർത്ത് പ്ലേറ്റും കൂടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എർത്ത് റോഡിൻ്റെ അടിയിലായിട്ടെന്നാണ് പറയുന്നത്. ഈ എർത്ത് പ്ലേറ്റ് ഈസ് മേഡപ്പ് ഓഫ് അയൺ. സൈസ് ഓഫ് എർത്ത് പ്ലേറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. കോപ്പർ കൊണ്ടാണെങ്കിൽ സൈസ് ഓഫ് എർത്ത് പ്ലേറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ദ പ്ലേറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഡെപ്ത് ഓഫ് 3 meter and an alternative layer of charcoal and salt is put below and top of the earth plate. ഇനി അതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കൂ, ഒരു 15 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ട് അല്ലേ. 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ ചാർക്കോൾ ലെയറും കോക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ. അത് കണ്ടില്ല, അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു GI പൈപ്പിലെ ഒരു GI പൈപ്പ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നട്ടും ബോൾട്ടൊക്കെ ഉപയോഗിച്ച് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, വയർ കൊടുക്കുകയാണ് അല്ലേ, കോൺക്രീറ്റ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു GI വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്ന ഫിഗർ കേട്ടോ. കോപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ എന്താണ് ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് ആണ് അവിടെ വെച്ചിട്ടുള്ളത്. അതും കൂടെ നോക്കാം. 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ചാർക്കോളും കോക്കും നമ്മൾ ചോക്കൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളതിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം എന്താണ് പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്. പ്ലേറ്റ് എർത്തിങ്ങിൽ നമ്മൾ ആദ്യം ഒരു കുഴി എടുക്കും. ആ കുഴിയിൽ 3 മീറ്ററിൽ, അതായത് 3 മീറ്ററിൽ താഴാതെ, നമ്മളിതിൽ പറഞ്ഞു 3 മീറ്ററിൽ ഒട്ടും കുറയാതെ തന്നെ നമ്മൾ എർത്ത് പ്ലേറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ആ എർത്ത് പ്ലേറ്റ് കോപ്പർ പ്ലേറ്റ് ആവാം, അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ആവാം, അയൺ പ്ലേറ്റ് ആവാം. ഇതിലേതെങ്കിലും ഒരു പ്ലേറ്റ് നമ്മളതിൽ കുഴിച്ചിടുകയാണ് ചെയ്യുക. അതായത് ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, എർത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയണിൻ്റെ മുകളിലൊരു സിങ്ക് കോട്ടിങ് വെച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് എന്ന് പറയുന്നത്. അത് ചെയ്തതിന് ശേഷം നമ്മളൊരു 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ചാർക്കോളിൻ്റെയും ചോക്കിൻ്റെയും ഒക്കെ ലെയർ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു 19 mm ഷേപ്പ് സൈസിൽ നമ്മളൊരു ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്, ഈ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് വഴിയാണ് നമ്മുടെ എർത്ത് പ്ലേറ്റിലോട്ട് കണക്ഷൻ പോകുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സിമെൻറ്റ് ഇട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഒരു ഫണൽ വെച്ചിട്ടുണ്ട്. ആ ഫണലിലൂടെയാണ് ജലം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് നമ്മൾ ഉപയോഗിക്കാൻ കാരണം എർത്തിൻ്റെ താഴെ ആയതുകൊണ്ട് കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അഥവാ കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയണിൻ്റെ മുകളിൽ സിങ്ക് കോട്ടിങ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള പ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ കോപ്പർ പ്ലേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് യൂസ് ചെയ്യാം. എന്താണെങ്കിലും നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ 60 × 60 × 6.3 mm ആണ്. കോപ്പർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ 60 × 60 × 3.15 mm ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച പ്ലേറ്റ് എർത്തിങ്ങും പൈപ്പ് എർത്തിങ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. പൈപ്പ് എർത്തിങ് എന്താണെന്നും അതിൻ്റെ ഫിഗറും നമ്മൾ ഓൾറെഡി നോട്ട്ബുക്കിൽ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്ലേറ്റ് എർത്തിങ്ങിനെ കുറിച്ചാണ്. പ്ലേറ്റ് എർത്തിങ് നമ്മൾ പറഞ്ഞു. അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റോ അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലുള്ള സൈസാണ് 60 × 60 × 6.3. അത് കോപ്പർ ആണെന്നുണ്ടെങ്കിൽ 60 × 60 × 3.15. നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അത് എർത്തിൻ്റെ അടിയിലായതുകൊണ്ട് കൊറോഷൻ തടയാൻ വേണ്ടിയിട്ട് അയണിൻ്റെ കൂടെ സിങ്ക് കോട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് എർത്തിങ് പഠിച്ചു. എർത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു സംഭവമാണ്. എർത്തിങ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറണ്ടിന് പോകാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പാത്ത് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറും ഫ്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവുകയും ചെയ്യും. ഫ്യൂസ് ആണെന്നുണ്ടെങ്കിൽ മെൽറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സർക്യൂട്ടിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻറ്റ് മീൻസ്, അതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞു. ഇറ്റ് കീപ്സ് ദ പീപ്പിൾ സേഫ് ബൈ പ്രിവെൻറ്റിംഗ് ഇലക്ട്രിക് ഷോക്സ്.
It prevents damage to electrical appliances and devices by preventing excessive current from running through the circuit. Risk of fire prevent ചെയ്യുന്നു. അങ്ങനെ 3 ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ 2 തരത്തിലുള്ള എർത്തിങ് എന്ന് പറഞ്ഞു, ഫങ്ഷണൽ എർത്തിങ്ങും പ്രൊട്ടക്റ്റീവ് എർത്തിങ്ങും പറഞ്ഞു. പിന്നെ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് ഇലക്ട്രോഡ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എർത്ത് റെസിസ്റ്റൻസ് പറയണമെന്ന് പറഞ്ഞു. അതിൽ 3 കോമ്പണൻസ് ആണുള്ളത്: മെറ്റൽ റെസിസ്റ്റൻസ്, കോണ്ടാക്ട് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ സോയിൽ. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കി എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ എർത്തിനെ ടച്ച് ചെയ്യുന്ന, ആ ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുമ്പോഴുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഇൻഫിനിറ്റി ആയിരിക്കും, അപ് ടു ഇൻഫിനിറ്റി വരെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. മറ്റേ മെറ്റൽ റെസിസ്റ്റൻസും കോണ്ടാക്ട് റെസിസ്റ്റൻസും നെഗ്ലിജിബിൾ ആണെന്നും പറഞ്ഞു. ഇനി 2 ടൈപ്സ് ഓഫ് എർത്തിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും. അതിൽ പൈപ്പ് എർത്തിങ് നമ്മൾ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അത് നിങ്ങളെ നോട്ടിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്ലേറ്റ് എർത്തിങ് ആണ്. ഈ 2 എർത്തിങ്ങും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് റോഡ് എർത്തിങ്, അങ്ങനെ കുറച്ച് എർത്തിങ് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം.